ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അപ്പോൾ നമുക്കിന്നൊരു ഔട്ടിങ് കാണാം അല്ലേ. കുറേ ദിവസമായാലും ഒരു ഔട്ടിങ് കണ്ടിട്ട്. ഇന്നത്തെ ഔട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ചക്കരുണ്ട്, നിജാസുണ്ട്, കുട്ടിയുണ്ട്, സിനു ഉണ്ട്, അതേമാതിരി എൻ്റെ കുട്ടിയുണ്ട്. പിന്നെ ഉമ്മ ഈ ഒരു ഔട്ടിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കണേ. എന്താ സംഭവം എന്നറിയില്ല. ഞാനില്ല, എനിക്ക് വയ്യ, പല്ലുവേനൊന്നും കറക്റ്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മാനെ കൊണ്ടുപോകാത്തത്. ഞാൻ ഇതിനാരും പറയരുത് ഉമ്മാനെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത്. പറഞ്ഞപ്പോൾ കേൾപ്പിച്ചത് എന്താ വരാത്തതെന്നുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, അതുകൊണ്ടാണ് അത് മുൻകൂട്ടി തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ. കാരണം എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ ഒരാൾ നമ്മൾ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് വിളിക്കാനേ പറ്റുള്ളൂ. പരമാവധി വിളിച്ച് നോക്കിന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഭാഗമൊന്നുമില്ല. എന്താ ലേഹ? കാക്കേ 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 ഒരു പാട്ട് പാടിക്കൊടുത്താ എൻ്റെ അബ്ബൻ്റെ കുട്ടി. കാക്കേ കാക്കേ പാടിക്കൊടുത്താ പാട്. അങ്ങനെ ഗൈസ്, നിങ്ങളില്ല, നമ്മളൊരു ഹോട്ടലിലേക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകാനാണ്. ഒരു വെറൈറ്റി ഫുഡ് ഉണ്ട്. പെരുന്നാൾക്കൊക്കെ ഞങ്ങൾ കഴിച്ചല്ലേ, ഹിഫ ചിക്കൻ. അത് കഴിക്കാൻ മയോണൈസ് ഒക്കെ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ മെരട്ടി. ഏതായാലും പെരുന്നാൾക്ക് ട്രിപ്പൊന്നും നമ്മൾ പോയില്ല. ഒന്നാമത് ഇപ്പൊ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ അല്ലേണ്ടത്. അതിന് SLC ആണ്, ഇതിന് PG ആണ്. ഇതിനേതാ, ഇതിന് കരച്ചില് മാറാനുള്ളത്, കരച്ചില് മാറേണ്ട കോഴ്സ്. ഇതിന് കാക്കേ കൂടെ ഇവിടെ ജയിച്ചിക്കണേ. ബാക്കിയുണ്ട്, ബാക്കി കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യും. ഇതിന്റെ കോഴ്സ് എന്താ? ഇത് വെറും അപ്പിടുന്ന കോഴ്സാണ് അല്ലേ. ഓക്കെ, അങ്ങനെ ഒക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, കിറ്റൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ഒന്നൊരു വെറൈറ്റി ഫുഡ് കഴിക്കാം. പിന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്തില്ലേ? ഓക്കെ, പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങോട്ട് പോകാൻ പറ്റിയില്ല അല്ലേ, വീട്ടിൽ തന്നെ ആയിരുന്നു. ഇതാ പോയി പറഞ്ഞിട്ട് നടക്കണം. അപ്പം നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഒന്ന് ചെറിയൊരു ഔട്ടിങ് കാണാം. ഇത് പോരി നിങ്ങളില്ല എന്നാല് ഇവിടെ ചിലപ്പോ മോട്ടർ നേരാക്കാൻ ആള് വരും. അപ്പൊ ഇവിടെ ഉണ്ടാവണം കേട്ടോ, ചിലപ്പോഴേ വരുള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു തരാം. ഓക്കെ, എന്നാ പോരി. അങ്ങനെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് പെരിന്തൽമണ്ണയിലോട്ടാണ്. ഇപ്പൊ ട്രിപ്പ് പോകാത്ത വേറെ ഒന്നുമല്ല. ട്രിപ്പ് എന്നല്ല, എവിടേക്കും ഞാൻ ഇറങ്ങിയിട്ടില്ല കഴിച്ച്. ഞാൻ ഒന്നാമത് ജിമ്മ് ഇതുവരെ ലീവാക്കിയിട്ടില്ല. ഒന്നും അതാണ്. പിന്നെ രണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും ബ്ലോക്കും തിരക്കൊക്കെയാണ്. വയനാട് ചുരമൊക്കെ ഫുൾ ബ്ലോക്കാണ്, കുറേ ദിവസമായിട്ട് ബ്ലോക്കാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ഒഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമ്മൾ പോകണം. പിന്നെ തുന്നീൻ്റെ പുതിയ അപ്ഡേഷൻ ഇറക്കാണ്ട് അതിൻ്റെ പർച്ചേസാണ് ഇന്ന്. അതിന് ബാക്കി പാർട്ട്നേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറേ തിരക്കിലാണ് അല്ലേ. ചക്കരക്ക് തുന്നിൻ്റെ ഒരു മോഡൽ ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കണം. ഈ ഇങ്ങനത്തെ ഡ്രസ്സല്ല അധികം യൂസ് ചെയ്യുന്നല്ലേ. ഡ്രസ്സുകളൊക്കെ വിറ്റോ? ഇവിടെ തന്നെ എത്ര ഉണ്ട്? ഇനി മോഡല് ഇറക്കാത്തുണ്ട്, കുപ്പായൊക്കെ ഉണ്ട്. അയ്യോ, പണിയെടുത്തിട്ട് ആകെ കുഴങ്ങി മക്കളെ. അങ്ങനെ ഞങ്ങള് മയൂരിയുടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, മിഡ് നൈറ്റ് സെയിൽ ആരംഭിക്കാൻ വേണ്ടി. മയൂരിൽ 28-ാം തീയതി മുതൽ 5 ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ നിജാസ് ഇറങ്ങിയത്, ഇവരൊന്നും ഇറങ്ങിയത്, ഇവർ ഫുൾ AC-ലിരുന്നു. ഒരു പണിയില്ല എന്ന് പറഞ്ഞത്. നല്ല പണിയാണ്, ചൂടെടുത്തിട്ട് മലങ്ങി മനസ്സിലായി. ഫുള്ള് 10,000 ഓഫർ പറയാറുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേബിളിൽ പോവാണ്. അവിടെ എന്ന് വെച്ചാൽ അവിടെ വെറൈറ്റി ഫുഡുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റൂല, എന്നാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. സമയം കുറേ വൈകി, സമയം 3 മണിയായി. എന്നാലും പെട്ടെന്ന് വന്നില്ല ഞങ്ങള്. അല്ല 2:30 ഞങ്ങൾ ഇവിടുന്ന് പോയത്. 3 കൊണ്ട് പരിപാടി കഴിഞ്ഞ്. ഓക്കെ, അതും ആവില്ലായിരുന്നു. കാരണം അപ്പൊ 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞില്ലേ. സാധാരണ 1 മണിക്കൂർ കൊണ്ട് കയ്യലില്ലടി. 15 സാധനം പറഞ്ഞിട്ടേ. അതും നിങ്ങൾ കാലിരിക്കണ്ട വെച്ചിട്ട് ഞങ്ങൾ ഓടി വന്ന് താറാവേ ഫോൺ ആരേ എന്നപ്പോ പോയി താറാവ് പിടിച്ചോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും വാണ്ടോളം കഴിച്ചോളി. ഇന്റെ ചെലവാണ് കേട്ടോ, എന്താ വാണ്ടിച്ച കഴിച്ചോളി. നിങ്ങൾക്ക് മക്കളൊക്കെ ഇടാൻ അവിടെ സെറ്റപ്പ്, അവിടെ കുട്ടീനെ കാട്ടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഹിഫ ചിക്കനൊക്കെ ഒന്ന് ഓർഡർ ചെയ്തായിട്ടോ, കാരണം നല്ല പൈസ ഉണ്ടായി. തന്നെ ഇത് കഴിച്ചോളി എന്ന് പറഞ്ഞാൽ കുടുംബം പിടിപ്പിക്കാൻ പറ്റുമോ? ഗ്യാസിനൊക്കെ ഭയങ്കര ചെലവാ കേട്ടോ. ഹോട്ടലുകാർക്കൊക്കെ അങ്ങ് നഷ്ടം പറ്റിക്കല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹോട്ടലിൽ പോവാം. ഇവിടുന്ന് ഫ്രൂസിന്റെ അവിടെ നിർത്താൻ നമ്മളിനി ഇതിനെ വരൂല.
നമുക്ക് ഫ്രൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ വേണത്? ഞാൻ എനിക്ക് വാങ്ങണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല, ഞാനിതാ കഴിക്കുക. അപ്പൊ എനിക്ക് ഒറ്റന്ന് പോരെ? ആ ഓക്കെ ശരി, എന്നാ ഇവിടെ നിർത്തിക്കാം. യോഗേട്ട് ഉള്ളതും ആണെങ്കിൽ മറ്റേത് രണ്ടെണ്ണം വാങ്ങാട്ടോ. രസമുള്ളത് യോഗേട്ട് ആവും. യോഗേട്ടിന് വിലയും കൂടും. ടോട്ടല് രണ്ടെണ്ണം വാങ്ങാം, ഒന്ന് എനിക്കും ബാക്കി എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അല്ലേ ഇറങ്ങിക്കണോക്ക. അല്ലേ എങ്ങടെ പോണേ? അയ്പ് പറഞ്ഞേ ഇല്ലാത്തതാ ചക്കറിനെ ആനയിക്കുന്നു. ഇറങ്ങിക്കോ ഇറങ്ങി പാപ്പാ. ഏഴ് മക്കളും കുട്ടികളായപ്പോ കുട്ടികളെ നോക്കാനേ നേരമുള്ളൂ. ഇതാ വായോ. ഇനി അലേഹന്റെ പിന്നാലെ ഒരാൾ നടത്ത ഇവിടെ വേണം. എന്താ വേണ്ടിച്ച കഴിച്ചോളി കേട്ടോ. തുറക്കണോ? അതിന് സുപ്രീം കോടതി ഓർഡർ ഇട്ടുക്കണോ? അൽഫാം, ബിരിയാണി, ബ്ലൂബെറി, എഗ്, നല്ല അടിപൊളി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തലയെടുപ്പ് നോക്കും. ആരാ നോക്കട്ടെ? തെച്ചിക്കോട്ട് രാമചന്ദ്രനും മംഗലാകുന്ന് കർണനും പാമ്പാടി രാജനും. ഇവള് നീന്തില്ല. ഓ പിന്നാക്ക പോവാ. അങ്ങനെ രണ്ടാള് കടക്കുന്നുണ്ട്. ഇവൾക്ക് എത്ര വയസ്സായി? 10 മാസവും 6 മാസവും ആയ ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ചില കുട്ടികള് മെല്ലേന്ന് ഒക്കെ ആക്കോളൂ. അതെന്താ കവുന്നോ? ഇത്ര കവുലു അത് നെഞ്ചു പോയിക്കോട്ടെ. ഈ ഞാനോട് പിന്നൊക്കെ പോകൂലേ? അതേമാതിരി മുതു പറയും കുയ്യാന. അതായത് അല്ലല്ല എന്നെ പറയുന്നില്ല. മുതു ഇങ്ങനെ വളഞ്ഞിട്ട് എന്താക്കും? ആ ഇതിനുള്ളിൽ പോകും. ഇതെനിക്കൊന്നും പിന്നാലെ കൂടെ എങ്ങനെ അറിയത്? കൈകൊണ്ട് ഇങ്ങനെ എഴുന്നേക്കൂലേ? അപ്പൊ ബോഡി വെയിറ്റ് പുറകോട്ട് പോകണം. എഴുന്നേക്കാൻ ശ്രമിക്കണം. അയ്യോ ഇങ്ങനെ നീച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എൻ്റെ സൈബ് ഇരിക്കണമൊക്കെ അവനിങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അലേഹം നോക്കിയൊക്കെ അമ്മാൻ്റെ കൂടെ എന്താ കാട്ടണേ? ഇതാ മാക്സി ഇട്ടിട്ട് എത്ര പണിക്കാരാ ഇവിടെ കണ്ടോ? ഫുള്ള് മാക്സി പണിക്കാരാ. ഇനി കുട്ടിക്ക് വരെ മാക്സി ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്തൊക്കെ പണിയാണ് ഇവിടെ എടുക്കുന്നത്. കുറച്ച തമ്പുരാൻ എന്താ അലേഹ ഞാൻ എന്നെ ചെയ്യുക പറയും. ഞാനിതിന് നടന്ന് തരിക നോക്കുമ്പോൾ ഓള ഹൈറ്റിനുള്ള ഈ സാധനങ്ങളൊക്കെ തുറക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഇന്നലെ നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കണ്ടോ പൊട്ടിത്തെറുപ്പിൻ്റെ അങ്ങേ അറ്റായിട്ടുണ്ട് എൻ്റെ കുട്ടി. പൊട്ടിത്തെറുപ്പിൻ്റെ അങ്ങേ അറ്റായിട്ടുണ്ട് ഈ പൊട്ടിസൂറ. അതാണോ ഗൈസ്? അപ്പം ഇന്ന് ഇവിടെ വീട്ടിൽ ഫുള്ള് പണിക്കാരാണ്. അതായത് 2-3 പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് ഞാൻ പണിയുടെ പുതിയ അപ്ഡേറ്റ്, വീടിൻ്റെ ന്യൂ റിനോവേഷൻ വർക്ക് ഞാൻ കാണിച്ചാൽ എന്തൊക്കെയാണ്. ഒരുപാട് ആളുകൾക്കുള്ള ഈ പെരയിൽ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ആവുന്ന സംഭവങ്ങളാണ്. കാരണം പാമ്പ് കയറുക, നായ കയറുക, പിന്നെ ചെറിയ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളില്ലേ, മഴക്കാലത്ത് തുണി തോരിയിടുക, അതുപോലത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ചെടി, അങ്ങനെ ഒരുപാട് പണികൾ, പുറത്തു കൂടെയുള്ള പണി, പെരയുടെ ഉള്ളിൽ പണികളൊന്നുമില്ല, പുറത്തു കൂടെയുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈവനിങ്ങിൽ ഇൻഷാ അള്ളാ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി സോഫിയും കുട്ടികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാണെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ ഞാൻ വൈകിട്ട് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.